നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യൻകാളിയുടെ 161ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ യുവാവ് മരിച്ചു. മതിലകത്ത് 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഒരാൾക്ക് പരിക്ക്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ഓണത്തിനൊരു പൂക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ചെമ്മാപ്പള്ളി പുന്നപ്പള്ളി മനപ്പറമ്പിൽ ആരംഭിച്ച ചെണ്ടുമല്ലി പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യൻകാളിയുടെ 161ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ പുഷ്പാർച്ചന നടത്തി ആദരിച്ചു. നേടിയെടുത്ത വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എന്റെ തലമുറകൾ നിശബ്ദരാകില്ല എന്ന് തെളിയിച്ച മഹാത്മാ അയ്യൻകാളിയുടെ സമര പോരാട്ടങ്ങളെ കുറിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ബാബു മാസ്റ്റർ മുഖ്യപ്രഭാഷണത്തിലൂടെ അഭിപ്രായപ്പെട്ടു. സംവരണ അട്ടിമറിക്കും വിദ്യാഭ്യാസ അവകാശ ലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥ താൽപര്യങ്ങൾക്കും അനുസരിച്ച് ഫണ്ടുകൾ വകമാറ്റുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 20-ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയും വൻ വിജയമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന സെക്രട്ടറി PK അജിത് കുമാർ തന്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ശിവരാമൻ, മഹിളാ പ്രസിഡന്റ് സാവിത്രി ചന്ദ്രൻ, സെക്രട്ടറി രശ്മി സുമേഷ്, ട്രഷറർ ജാനു സജീവൻ, ജില്ലാ നേതാക്കളും മഹിളാ നേതാക്കളും ആശംസകൾ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മഹിളാ ട്രഷറർ ജാനു സജീവ് നന്ദി പ്രകാശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ യുവാവ് മരിച്ചു. മേത്തലപ്പാടം കാട്ടുകണ്ടത്തിൽ ശശിയുടെ മകൻ 45 വയസ്സുള്ള സലീഷ് കുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രി മേത്തലപ്പാടത്തായിരുന്നു അപകടം. പരിക്കേറ്റ സലീഷ് കുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ അർദ്ധരാത്രിയോടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകത്ത് 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഒരാൾക്ക് പരിക്ക്. ദേശീയപാത 66 മതിലകം ജുമാ മസ്ജിദിനു സമീപം 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഗതാഗത തടസ്സമുണ്ടായി. വടക്കു ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ എതിർ ദിശയിൽ വരികയായിരുന്ന പിക്കപ്പിലും ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ശക്തിയിൽ പിക്കപ്പ് മറിഞ്ഞ് ഷീറ്റും പൈപ്പും മറ്റും റോഡിൽ തെറിച്ചു വീണു. ഇതോടൊപ്പം കാറിന്റെ മുൻഭാഗം തകർന്ന് ഓയിൽ ചോർന്നതുമാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത്. പരിക്കേറ്റവരെ മതിലകം ജുമാ മസ്ജിദ് ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ പിക്കപ്പ് ഡ്രൈവർ മതിലകം മുരിക്കുംതറ വിനോദാണ് ചികിത്സയിലുള്ളത്. ഇടിയേറ്റ ഓട്ടോറിക്ഷയ്ക്കും കേടുപാട് സംഭവിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും നടത്തിയ തീവ്ര പരിശ്രമത്തിനൊടുവിലാണ് ദേശീയ വഴിയിലുള്ള ഗതാഗതം സുഗമമായത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ഓണത്തിനൊരു പൂക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ചെമ്മാപ്പള്ളി പുന്നപ്പള്ളി മനപ്പറമ്പിൽ ആരംഭിച്ച ചെണ്ടുമല്ലി പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ചെണ്ടുമല്ലി തൈയിൽ നിന്ന് പൂ പറിച്ച് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തറയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവ്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി, അശോകൻ TM, രേണുക റിജു എന്നിവർ പ്രസംഗിച്ചു. ജയ കോൽപ്പുറം, ഷീന ഹരിദാസൻ, പുരുഷോത്തമൻ, റിജു വളക്കന്ത്ര, വിനായകൻ എന്നിവർ നേതൃത്വം നൽകി. എൻ്റെ ഹൃദയംഗമായിട്ടുള്ള ഓണാശംസകൾ നേരെയാണ്. ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അതുകൊണ്ട് ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഇതൊക്കെ നമ്മൾ തമിഴ്നാട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളാണ് നമ്മളിവിടെ ഓണക്കാലത്തൊക്കെ ഉപയോഗിക്കുന്നത്. 9 കോടിയോളം രൂപ ഇതിനുവേണ്ടി ചെലവാക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർ ഇന്നലെ പ്രസംഗിക്കുന്നത് കേട്ടത് പൂവിന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചെറിയ രീതിയിലാണ് നമ്മുടെ മുറ്റങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഫലപ്രദമായ രീതിയിൽ നമുക്ക് പൂ വിളയിച്ചെടുക്കാൻ
സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ചെമ്മാപ്പള്ളിയിൽ പോയി പുന്നപ്പള്ളി മനയിൽ ഇപ്പോൾ ഇന്ന് ഈ കാണുന്ന ഈ വസന്തോത്സവം. അകമലയിൽ കാറിൽ കടത്തുകയായിരുന്ന അനധികൃത പടക്കങ്ങൾ പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം അനധികൃതമായി കാറിൽ കടത്താൻ ശ്രമിച്ച 5 ചാക്ക് പടക്കവുമായി 2 പേർ ഹൈവേ പോലീസിന്റെ പിടിയിലായി. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശികളായ സനോജ്, യൂനസ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് പടക്കം കൊണ്ടുപോകുന്നതിനാവശ്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പും സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പറഞ്ഞു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പും സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പറഞ്ഞു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും തൊഴിൽ ദിനങ്ങൾ ഇല്ലാതാക്കിയും ചെയ്ത ജോലിയുടെ വേതനത്തിന് കാലതാമസം വരുത്തിയും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ടതെന്നും അനിൽ പുളിക്കൻ കൂട്ടിച്ചേർത്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനം പ്രതിവർഷം 200 ആയി വർദ്ധിപ്പിക്കുക, കർഷക തൊഴിലാളികൾക്ക് നൽകുന്ന മിനിമം വേതനമായ 699 രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും നൽകുക, തൊഴിലിടങ്ങളിലെ അപകടങ്ങൾക്ക് 1923 വർക്ക്മെൻ കോമ്പൻസേഷൻ നിയമം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ബാധകമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് INTUC തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. INTUC മണലൂർ റീജിയനിയൽ പ്രസിഡന്റ് KV സിജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, INTUC ജനറൽ സെക്രട്ടറി KK പ്രകാശൻ, INTUC ഗുരുവായൂർ റീജിയൻ സെക്രട്ടറി CV തുളസിദാസ്, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ഗീതാഞ്ജലി തിലകൻ, കമലം ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. PM സിദ്ദിഖ്, PS സുൽഫിക്കർ, EB ഉണ്ണികൃഷ്ണൻ, ഹിരോഷ് ത്രിവേദി, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ, KR ദാസൻ, മീന രമണൻ, രാജീവ് കൃഷ്ണൻകുട്ടി, രഹന ബിനീഷ്, റീന പത്മനാഭൻ, ഡേവിസ് വാൾപ്പിള്ളി, സുന സന്തോഷ്, ഹസീന താജു, വത്സല തിലകൻ, ഷൈനി രതീഷ്, പീതാംബരൻ വാനത്ത് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, വിഷമിക്കേണ്ട. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL കണക്റ്റിംഗ് ഇന്ത്യ. ഏവർക്കും TPR ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ഈ ഓണം TPR ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. TPR ഗോൾഡൻ ഡയമണ്ട് ഒരുക്കുന്ന ഓണം ബമ്പർ ഓഫർ. പ്ലാറ്റിനം ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പണിക്കൂലിയിൽ 60% വരെ വിലക്കിഴിവ്. കൂടാതെ നിരവധി സമ്മാനങ്ങളും. മാത്രമല്ല, ഇറ്റാലിയൻ, സിംഗപ്പൂർ, രാജ്കട്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുതിയ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണാഭരണങ്ങൾ TPRലൂടെ സ്വന്തമാക്കൂ. TPR ഗോൾഡൻ ഡയമണ്ട് ഒരുക്കുന്ന ഓണം ബമ്പർ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 20 വരെ. ഈ ഓണക്കാലം ആഘോഷമാക്കാൻ തീരദേശത്തെ ജനകീയ ജ്വല്ലറിയായ TPR ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. TPR ഗോൾഡൻ ഡയമണ്ട്സ്, നിയർ നോർത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്താ നേരം തുടരുന്നു. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ബസ് കാത്തിരുന്ന യാത്രക്കാരി അത്ഭുതമായി രക്ഷപ്പെട്ടു. ബസ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ച ഉടനെ ഇവർ ഒഴിഞ്ഞു മാറിയതും ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു നിന്നതുമാണ് യാത്രക്കാരിക്ക് രക്ഷയായത്. ഇന്ന് രാവിലെ 8:30 ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപമായിരുന്നു അപകടം.
പെരുമ്പള്ളിശ്ശേരി ഭാഗത്തു നിന്ന് വന്നിരുന്ന സിൽബി ബസ്സാണ് നിയന്ത്രണം വിട്ടത്. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരികയായിരുന്നു സ്ത്രീ. സംഭവമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ ബസ് അവിടെ നിന്നും കൊണ്ടുപോയി. കരയിലും കടലിലും മാത്രമല്ല ആകാശത്തിലും നിരീക്ഷണവുമായി പോലീസ്. ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവും സംഘവും ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തി. ചാലക്കുടിയിലെ ഹെലിപ്പാഡിൽ നിന്നും ആരംഭിച്ച ആകാശ നിരീക്ഷണം അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരപ്രദേശം ചുറ്റി 1.5 മണിക്കൂറിന് ശേഷം അവസാനിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, മതിലകം സർക്കിൾ ഇൻസ്പെക്ടർ MK ഷാജി എന്നിവരും ആകാശ നിരീക്ഷണത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ് ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. കൊടുങ്ങല്ലൂർ എറിയാടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷ്ടിച്ചു. മാടവന PSN കവല ഉള്ളിശ്ശേരി നിസാഹിന്റെ വീട്ടിൽ നിന്നുമാണ് 1/2 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇലക്ട്രീഷ്യൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്വിച്ച് ബോർഡുകളിൽ നിന്നും മറ്റും ഇലക്ട്രിക് വയറുകൾ വലിച്ചെടുത്ത് കൊണ്ടുപോയ നിലയിലാണ്. വീട്ടുടമ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം മാടവന പ്രദേശത്തെ 2 വീടുകളിൽ നിന്നും സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു. കുന്നംകുളം കാണിപ്പയ്യൂർ ഉബയൂർ ശിവക്ഷേത്രത്തിൽ മോഷണം. 2000 രൂപയോളം മോഷണം പോയി. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ വിവരം അറിഞ്ഞത്. വാതിൽ തുറന്നു കിടന്ന നിലയിലായിരുന്നു. ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. ഭണ്ഡാരത്തിന്റെ പുറത്തെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തെ അലമാരകളുടെ വാതിലും തുറന്ന നിലയിലായിരുന്നു. ക്ഷേത്രം ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. 6 വയസ്സുകാരന്റെ ഇടപെടൽ കാക്കക്കുയിലിന് ജീവൻ തിരിച്ചു കിട്ടി. എറിയാട് തിരുവിതാംകോട് ഷഫീഖിന്റെ മകൻ ദുൽഫിക്കർ റഹാന്റെ ഇടപെടലാണ് കാക്കക്കുയിലിന് തുണയായത്. OK ആശുപത്രിക്ക് വടക്കുവശമുള്ള എപ്പിക് ലോജിക്കിന്റെ ഗോഡൌണിൽ സാധാരണ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എക്സോസ്റ്റ് ഫാനിൽ കുടുങ്ങിയ കാക്കക്കുയിലിനെയാണ് കൊടുങ്ങല്ലൂരിലെ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത്. 2 ദിവസം മുൻപ് കാക്കകൾ കൂട്ടത്തോടെ ആക്രമിച്ച് കാക്കക്കുയിൽ പ്രാണരക്ഷാർത്ഥമാണ് ഗോഡൌണിൽ ഷീറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള എക്സോസ്റ്റ് ഫാനിന്റെ ഇടയിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ദുൽഫിക്കർ റഹാൻ പക്ഷിയെ കണ്ടത്. പല സമയങ്ങളിലും ഫാൻ കറങ്ങുമ്പോൾ കുരുവിയും കറങ്ങുന്നത് കാണാം. കുയിൽ താനെ ഇറങ്ങിപ്പോകുമെന്ന് കരുതി വീട്ടിലേക്ക് പോയെങ്കിലും ബുധനാഴ്ച വന്നപ്പോഴും പക്ഷി അതിനുള്ളിൽ തന്നെ കറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പിതാവിനെ നിർബന്ധിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. 40 അടിയോളം ഉയരമുള്ള ഗോഡൌണിന്റെ ഷെഡിൽ കോണി വെച്ച് കയറിയാണ് കാക്കക്കുയിലിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ദിനത്തോടനുബന്ധിച്ചു തളിക്കുളം സെന്ററിൽ മഹാത്മാ അയ്യങ്കാളി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. അനുസ്മരണ പരിപാടി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്തിൽ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, നീതു പ്രേംലാൽ, KK ഉദയകുമാർ, MK ബഷീർ, ജയപ്രകാശ് പുളിക്കൽ, N മദനമോഹനൻ, AP ബിനോദ്, കാസിം അരവശ്ശേരി, KA വിജയ്, വിൻഷി വിനോദ്, സിമി അനൂസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ യുവാവ് മരിച്ചു. മതിലകത്ത് 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഒരാൾക്ക് പരിക്ക്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ഓണത്തിനൊരു പൂക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ചെമ്മാപ്പള്ളി പുന്നപ്പള്ളി മനപ്പറമ്പിൽ ആരംഭിച്ച ചെണ്ടുമല്ലി പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.